കോളുകളുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു മൊബൈൽ ഫോൺ കൊടുക്കാൻ തീരുമാനിച്ചത്. പലപ്പോഴും അവരുടെ സ്വന്തം മൊബൈലാകുമ്പോൾ അത് ഓഫ് ചെയ്ത് വെച്ചു എന്നൊക്കെയുള്ള പരാതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ ബ്രാൻഡ് ന്യൂ മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കുകയാണ്. വേഗതയുള്ള ഒരു സിം കാർഡ് ഇടും. 1-ാം തീയതി തൊട്ട് നിലവിൽ വരുള്ളൂ. ഡിപ്പോയിലെ വിവരങ്ങൾ അറിയിക്കാനും അവിടെ നിന്നുള്ള ഡേറ്റ ഹെഡ് ഓഫീസിലേക്ക് ചീഫ് ഓഫീസിലേക്ക് അയക്കാനും കാര്യങ്ങൾക്ക് വേണ്ടത് ഉപയോഗിക്കുന്നത്. പിന്നെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിമിതി പേർക്കുണ്ടായാൽ അതിൽ നിന്ന് വിളിക്കുമ്പോൾ മേലുദ്യോഗസ്ഥന്മാർ കൃത്യമായി ഈ ഫോണിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിൽ എടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങോട്ട് വിളിക്കുമ്പോഴും എടുത്തിരിക്കണം. 24 hours ഇത് ഓണായിരിക്കും. അത് പ്രത്യേകം ഞാൻ പറയാം, 24 hours ഇത് ഓണായിരിക്കണം. ഉത്തരവാദിത്തപ്പെട്ടവർ അത് കൈകാര്യം ചെയ്യും. കാരണം ഇവിടെ ബസ്സുകൾ മോശമായി ഓടിക്കുന്നത് കണ്ടാൽ വീഡിയോ എടുത്ത് അയക്കണം എന്ന് പറഞ്ഞൊരു പരസ്യം എല്ലാ ബസ്സിൻ്റെ പുറകിൽ കൊടുത്തു. നിർഭാഗ്യവശാൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ച ഒരാളെ ഏൽപ്പിച്ചു, KSRTCയിൽ ഒരു കണ്ടക്ടറെ. അയാൾ രാവിലെ പോയിട്ട് മൊബൈൽ ഫോൺ കൈ വെച്ചിട്ടുണ്ട്, പക്ഷേ അണച്ചു വെച്ചേക്കുക. അത് മന്ത്രി എന്നെ പല പ്രാവശ്യം വിളിച്ചപ്പോൾ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടാണ് ഈ കൺട്രോൾ റൂമിൽ ഒരു അഴിച്ചുപണി നടത്തേണ്ടി വന്നത്. ഈ ഒറ്റ വ്യക്തി കാരണമാണ് ഇതിൻ്റെ പ്രശ്നം. അയാൾ സുഖമായി ജീവിക്കുകയാണ് ഈ മൊബൈൽ ഫോണുമായിട്ട്. ഈ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യിക്കുന്നില്ലെന്നാണ് പറഞ്ഞത് എന്നോട്. പിന്നീട് CMD എന്നെ പരിശോധിച്ചപ്പോൾ അതിൽ ചാർജ് ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ട് ചാർജ് ചെയ്യിക്കാത്ത മൊബൈൽ ഫോണൊന്നുമല്ല, നല്ല പുതിയ സാധനമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ ഉപകാരപ്പെടും. കാരണം പലപ്പോഴും നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ കിട്ടുന്നില്ല, ഇങ്ങോട്ട് വിളിക്കുമ്പോൾ കിട്ടുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അത് പരിഹരിക്കാനാണ് ചെയ്യുന്നത്. ഒരാളുടെ സ്വകാര്യ ഫോൺ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി വരുന്ന ഫോണുകളും അതിനകത്ത് വരും, അല്ലാത്ത മെസ്സേജ്, ഇതെല്ലാം കൂടി വരുമ്പോൾ അവർക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായി.